ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഏതൊക്കെ വണ്ടികളുടെ പുറകെ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോകണം. അതായത് ഇന്ന വണ്ടിന്റെ പുറകെ ഇന്ന ഡിസ്റ്റൻസ്. ഓക്കെ, എല്ലാ വണ്ടികളുടെ പുറകെയും ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും ഏത് വണ്ടിയുടെ പുറകിലും നിങ്ങൾ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഇടണം. കാരണം സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കാനുള്ള ഒരു ഗ്യാപ്പ് അത് മിനിമം 2 മീറ്റർ ആണ്. അതിനി ഇറങ്ങി അളന്ന് നോക്കിയിട്ടൊന്നും വേണ്ട, നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നൊരു നമ്മുടെ കാറിന്റെ വലിപ്പം ഡിസ്റ്റൻസ് ആയി ഇട്ടാൽ നല്ലതാണ്. അല്ലാതെ കറക്റ്റ് പുറകിൽ അങ്ങനെ പോയോണ്ടിരുന്ന എപ്പോൾ ബ്രേക്ക് പിടിച്ചോ അപ്പൊ നമുക്ക് ബ്രേക്ക് വീട്ടിലേക്ക് വരും, കൊണ്ടുപോയി ചാമ്പും, അതോടെ പണി തീരും. സോ മെയിൻ ആയിട്ട് രണ്ട് വണ്ടികളുടെ പുറകെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു 4 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും വേണം. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഓക്കെ, ഒരു ഓട്ടോറിക്ഷക്കാരൻ, ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഈ ഓട്ടോറിക്ഷക്കാരുടെ ജീവിതമാർഗ്ഗമാണ് ഓട്ടോറിക്ഷ, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പക്ഷെ ചില ആളുകൾ ഡ്രൈവിങ് അറിയാത്ത ആളുകളാണെന്ന് അറിയില്ല, അതോ റോഡിൽ അവർക്ക് എന്തും ചെയ്യാന്നുള്ള ആ ഒരു ചിന്തയാണെന്ന് അറിയില്ല. പക്ഷേ റോഡിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ഓട്ടോറിക്ഷക്കാരെന്ന് പറയുമ്പോൾ ഒരാൾ കൈ കാട്ടി നിർത്തണം. പോണ വഴിക്ക് നമ്മളെ മുമ്പിൽ ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിൽ ഒരു മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ കൈ കാട്ടിയാൽ അവർ നിർത്തും. നല്ല കാര്യം, അവർക്ക് ബിസിനസ്സാണ്, കച്ചവടം, അവർക്ക് ജീവിതമാർഗ്ഗമാണ്, നിർത്തട്ടെ. പക്ഷെ ഒരു ഇൻഡിക്കേറ്ററോ ഒന്നുമിടാതെ അവർ ഈ ബൈക്ക് സൈഡാക്കുന്ന പോലെ ഇങ്ങനെ സൈഡാക്കും. നമ്മളെ മുമ്പിൽ നേരെ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റിലായിരിക്കും, ഒരു 40-50 കിലോമീറ്റർ ഫാസ്റ്റിലായിരിക്കും. എന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സഡൻ ബ്രേക്ക് ഇട്ട് ബാക്കിൽ കൊടുത്തില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും നിൽക്കുക. ഇന്നലെ അതേ സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ബൈക്കാണ്, ഹിമാലയ ബൈക്കിലാണ്. ഞാനൊരു 50 ആ സ്പീഡിലാണ്, നോമ്പറക്കാൻ നേരത്ത് പോവാണ്. അപ്പോൾ അയാളും ഇതേപോലെ തന്നെ ഓട്ടോറിക്ഷയാണല്ലോ, ഏകദേശം ഒരു 40-50 എൻ്റെ മുമ്പിലാണെങ്കിൽ എൻ്റെ അതേ സ്പീഡ്. പെട്ടെന്ന് ലെഫ്റ്റ് സൈഡാക്കി, ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടിട്ടില്ല, ലെഫ്റ്റ് സൈഡാക്കി. അപ്പം ഞാൻ കരുതുന്നത് ലെഫ്റ്റ് സൈഡാക്കിയല്ലേ, ഞാൻ മറ്റേ കവർ ചെയ്ത് പോവായിരുന്നു. അപ്പം ഉണ്ട് ഇയാള് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇട്ടിട്ടില്ല, അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ വരുമ്പോണ്ട് ഇങ്ങനെ പിന്നെടുത്ത് അങ്ങോട്ട് പോകാൻ നിൽക്കണം. അപ്പം ഒന്നെങ്കിൽ ഇയാൾ റൈറ്റിക്ക് ഇൻഡിക്കേറ്റർ റൈറ്റിക്ക് പോകണം, അല്ലെങ്കിൽ ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് നിർത്തണം, വേറെ വണ്ടി ഒന്നും കയറുന്നില്ല നോക്കിയിട്ട് എടുക്കണം. ഇത് ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല, ലെഫ്റ്റിക്ക് എന്നിട്ട് റൈറ്റിക്കും ഇൻഡിക്കേറ്റർ ഇടാതെ വേറെ വണ്ടി നോക്കാതെ ആണ് കയറാൻ നോക്കുക. അപ്പം ഞാൻ ഓൺ അടിച്ചപ്പോൾ ആള് നിന്നു. അപ്പോൾ ഓട്ടോറിക്ഷ, ഒന്നാമത്തെ വണ്ടി ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷൻ്റെ പിന്നാലെ പോകുമ്പോൾ മിനിമം ഒരു 4-5 മീറ്റർ ഡിസ്റ്റൻസ് ഇടുന്നത് നല്ലതാണ്. അത് കാരണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ഇടിച്ചാൽ ബാക്കിൽ ഇടിച്ചവനക്കാണ് കുറ്റം, നമ്മൾ നോക്കില്ലെന്നേ പറയുള്ളൂ. രണ്ടാമതായി മെയിൻ കാര്യം ബസ്സുകൾ, മെയിനായിട്ട് നീല ബസ്സുകളുടെ പുറകെ നിങ്ങൾ പോകുമ്പോൾ മിനിമം ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് നിർബന്ധമാണ്. കാരണം അവർ ആള് കയറാൻ വേണ്ടി 2 രൂപ കിട്ടാൻ വേണ്ടി എവിടെ വേണമെങ്കിലും ചവിട്ടും. ഒന്നും നമുക്ക് കരുതാൻ പറ്റില്ല, ബസ് സ്റ്റോപ്പ് ഉള്ളോടത്തും ഇല്ലാത്തടത്തും ഒക്കെ ചവിട്ടും. ആൾ ഇറങ്ങാണ്ടാവും, അതൊന്നും നമുക്കറിയില്ല. ഈ ആള് കയറാണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിനോട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആൾ ഇറങ്ങാൻ അവരൊരു ബെല്ലടിക്കുമ്പോൾ ഡ്രൈവറൊന്ന് ചവിട്ടും, നമ്മൾ നേരെ പുറകിലുണ്ടാവും. അപ്പോൾ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടെങ്കിൽ കവർ ചെയ്ത് പോകാം, മനസ്സിലായില്ലേ? അതായത് പക്ഷെ നേരെ ബാക്കിലെന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്ത് പോകാനും പറ്റൂല, നമ്മൾ കുടുങ്ങി. നമ്മളെ ബാക്കിലൊക്കെ കവർ ചെയ്ത് പോകുന്നത് കാണാം, നമ്മളങ്ങനെ നിൽക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു ഓട്ടോറിക്ഷയുടെയോ ബസ്സിൻ്റെയോ പുറകെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇടണം, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ, അതേപോലെ ബസ് എന്ന് പറയുന്നത് KSRTC ഒന്നും ഇത്ര പെട്ടെന്ന് നിർത്തൂല. KSRTC നമുക്ക് പുറകെ പോവാം, അതല്ല പോകും. ഏത് വണ്ടിയാണെങ്കിലും നിങ്ങളിപ്പോൾ ഇനി ബസ്സും ഓട്ടോറിക്ഷയും അവിടെ നിൽക്കട്ടെ, അവർക്ക് ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ മതി. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏതൊരു വണ്ടിന്റെ പുറകെ പോവുകയാണെങ്കിലും മിനിമം ഒരു 2-3 മീറ്റർ ഡിസ്റ്റൻസ് നല്ലതാണ്. കാരണം സഡൻ ബ്രേക്ക് ആര് വേണേലും ഇടാം. മുമ്പിൽ ഒരാൾ വട്ടം ചാടുക, ഒരു നായ പൂച്ച വട്ടം ചാടുക, അല്ലെങ്കിൽ ആരും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഒരു ചേച്ചിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു വയസ്സായ ആളോ പ്രഗ്നന്റോ അങ്ങനെ കുട്ടിനെ കൊണ്ട് നടക്കുന്ന ആളൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കും, സ്വാഭാവികമായിട്ട് ഒരു സോഫ്റ്റ് കോർണർ തോന്നും. അപ്പോൾ നമ്മൾ മുമ്പിലുള്ള വണ്ടി നിർത്തി കൊടുക്കുമ്പോൾ നമ്മൾ പുറകെ പോയിട്ട് ഇടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു 2-3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ചിലർ കണ്ടിട്ടുണ്ട്, ഞാൻ കറക്റ്റ് ബാക്കിൽ അങ്ങനെ പോകും. അത് ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചറാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വീഡിയോ. അടുത്തൊരു വീഡിയോ ഉണ്ട്, അതെന്താ വെച്ചാൽ നമ്മൾ കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നാളെ ഷൂട്ട് ചെയ്ത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ.